ഹായ് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ചാരു. ഇന്നൊരു അടിപൊളി ബോട്ടിൽ ക്രാഫ്റ്റ് ഐഡിയ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും കളർഫുള്ളായിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റ്. പിന്നെ സിമ്പിളാണ്, എല്ലാവർക്കും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ക്രാഫ്റ്റ്. അപ്പോൾ ആദ്യമായിട്ട് ആ വീഡിയോ കാണുന്നവരുണ്ടെങ്കിലും പിന്നെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഒരുപാട് കൂട്ടുകാർ നമ്മളോട് ഹായ് പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കുറച്ച് പേരോട് ഹായ് പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്തവണയും നമ്മുടെ കൂട്ടുകാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഹായ് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും. ഇപ്പം നമുക്ക് ബോട്ടിൽ ക്രാഫ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നമുക്കപ്പോൾ എങ്ങനെയാണ് തുടങ്ങുന്നതെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ആദ്യം തന്നെ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ബോട്ടിൽ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബോട്ടിലാണ്. ഇതൊരു ചെറിയ ബോട്ടിലാണ് കേട്ടോ. ഇതൊരു മെഡിസിൻ ബോട്ടിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ലേബലൊന്നും ഇല്ലാതെ പറമ്പിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. പറമ്പിൽ മണ്ണൊക്കെ കയറി അടഞ്ഞ ഒരു ബോട്ടിലായിരുന്നു. അപ്പോൾ ലിക്കർ ബോട്ടിലല്ല ഇതെന്തായാലും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്താണ് ഞാനിവിടെ. അപ്പോൾ ഈ ഒരു ഡിസൈന് വേണ്ടി നമ്മൾ ചെറുതോ വലുതോ അങ്ങനെയൊന്നുമില്ല, ഏത് കുപ്പിയിലും ചെയ്യാം. പിന്നെ പ്ലാസ്റ്റിക് കുപ്പി വേണമെങ്കിൽ അതിലും ചെയ്യാം. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എടുക്കാം. പിന്നെ വേണ്ടത് വൂളൻ ത്രെഡും പിന്നെ കത്രിക വേണം. പിന്നെ വൂളൻ ത്രെഡ് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഫെവിക്കോള് നമുക്ക് ആദ്യം കുപ്പിയിലൊന്ന് റൗണ്ട് ഷേപ്പിൽ ഒന്ന് തേച്ച് പിടിപ്പിക്കുക. ആദ്യം ഇതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് ഞാൻ ആ വൂളൻ ത്രെഡിൽ നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് കയ്യിൽ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കാം. ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കണം കയ്യിൽ. എന്നിട്ടൊരു കോല് കൊണ്ട് അതിനെ ഒന്ന് ആ ഫെവിക്കോളിലോട്ടൊന്ന് ടച്ച് ചെയ്ത് പിടിക്കുക. എന്നിട്ട് അതിനെ ഒന്ന് ചുറ്റി കൊടുക്കാം. അപ്പോൾ റൗണ്ട് ഷേപ്പിൽ ചുറ്റി കൊടുക്കാം. ഇപ്പോൾ ആ ഫെവിക്കോളിൽ പെട്ടെന്ന് ഈസി ആയിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയാണ് ഞാൻ ആ കോല് കൊണ്ടൊന്ന് ടച്ച് ചെയ്ത് പിടിച്ചത്. അല്ലെങ്കിൽ കൈ കൊണ്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലൊക്കെ ഫെവിക്കോളാകുമ്പോൾ നൂല് നമ്മുടെ കയ്യിൽ വരും, ഒട്ടി നിൽക്കില്ല. അപ്പോൾ അതാണ്. അപ്പോൾ കോലോ അല്ലെങ്കിൽ ബ്രഷിൻ്റെ അറ്റോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്ന് അതിനോട് ചേർത്ത് ഒട്ടിച്ചു കൊടുക്കാം ആദ്യം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഒന്ന് നന്നായിട്ട് ചുറ്റി കൊടുക്കാം. അപ്പോൾ ഞാൻ ചുറ്റിക്കഴിഞ്ഞ് അപ്പോൾ ഒരു ചെറിയ മീഡിയം സൈസ് ഒരു റൗണ്ട് ഷേപ്പിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് വലുതോ ചെറുതോ ഒക്കെ ആക്കാം കേട്ടോ. അപ്പോൾ അതനുസരിച്ച് വേണം വൂളൻ ത്രെഡ് കട്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഒരു മജന്ത കളറാണ് കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞു, അത് ചുറ്റിക്കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് ഒട്ടി വരട്ടെ. അപ്പോൾ അടുത്ത് നമുക്കൊരു കളർ എടുക്കണം. അപ്പോൾ കുറച്ച് കളേഴ്സ് എടുക്കുമ്പോഴാണ് കുപ്പിയിൽ നല്ല ഭംഗി വരുള്ളൂ. അപ്പോൾ അടുത്തൊരു കളർ ചെയ്യാം. അടുത്തൊരു പച്ച കളർ എടുക്കാം. അപ്പോൾ ഗ്രീൻ കളർ നമുക്ക് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ കോല് വെച്ചിട്ട് ഇങ്ങനെ ചുറ്റി കൊടുക്കാം. അപ്പോൾ റെഡ് കളറും ചുറ്റിക്കൊടുത്തു. ഇതുപോലെ പല കളേഴ്സ് ഈ കുപ്പിയിൽ ഇങ്ങനെ ചുറ്റിക്കൊടുക്കണം. അതും ചെറുതും വലുതുമായിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ ചുറ്റിക്കൊടുക്കണം. അപ്പോഴാണ് കൂടുതൽ ഭംഗി വരുള്ളൂ. ഇപ്പം ഇവിടെ മൊത്തത്തിൽ ഞാൻ ചുറ്റിക്കഴിഞ്ഞു. ആ ഒരു റൗണ്ട് ഷേപ്പിൽ ചുറ്റിക്കഴിഞ്ഞു. അതും മജന്ത, റെഡ്, വയലറ്റ്, ബ്ലൂ, പിങ്ക്, ഓറഞ്ച്, റെഡ്, അതുപോലെ തന്നെ ഗ്രീനൊക്കെ ചുറ്റിക്കഴിഞ്ഞു. അപ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. പിന്നെ വേണ്ടത് നമുക്ക് ഈ കുപ്പിയുടെ മുകൾ ഭാഗം ഒന്ന് ചുറ്റി കൊടുക്കണം. അതും വൂളൻ ത്രെഡ് ഉപയോഗിക്കണമെങ്കിൽ വൂളൻ ത്രെഡ് ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ജൂട്ടിൻ്റെ ചരട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ, ആ ത്രെഡ് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ വൈറ്റ് ത്രെഡ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കണമെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ കഴുത്ത് ഭാഗം ഒന്ന് ചുറ്റിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് കുറച്ച് അലങ്കാര പരിപാടിയും കൂടി ഒന്ന് ചെയ്തു കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ
സ്റ്റിക്കർ സ്റ്റോൺ എടുത്തിട്ടുണ്ട്. അതായത് സ്റ്റിക്കർ ടൈപ്പാണ്, സ്റ്റിക്കിംഗ് ആണിത്. അപ്പോൾ ഇത് സ്റ്റോൺ മുത്തുകൾ പല കളേഴ്സിലുണ്ടാവും. കാരണം ഇപ്പോൾ സിൽവർ എടുത്തിരിക്കുന്നത്, ഇത് ഗോൾഡ് ഉണ്ടാവും, അതുപോലെ തന്നെ പല കളേഴ്സിലും കിട്ടും. അപ്പോൾ ഇത് സ്റ്റിക്കർ ടൈപ്പ് എന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് സ്റ്റിക്കർ രീതിയിലാണ്. അപ്പോൾ നമ്മൾ നേരെ ഒട്ടിച്ചാൽ മതി കട്ട് ചെയ്തിട്ട്, അതിൽ ഗ്ലൂ ഒന്നും അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ നേരെ അത് ഞാൻ ഓരോന്നോരോന്നായിട്ട് നമുക്ക് അത് കട്ട് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്റ്റേഷനറി കടയിലും പിന്നെ ഫാൻസി സ്റ്റോറിലും അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഷോപ്പിലും ഒക്കെ കിട്ടും കേട്ടോ. ഇത് തുണിയിലും നമുക്ക് ഒട്ടിക്കാം, പേപ്പറിൽ ഒട്ടിക്കാം. അപ്പോൾ ഇത് ഓരോന്നായിട്ട് നമുക്ക് അത് ഓരോ ത്രെഡിൻ്റെയും നടുഭാഗത്തായ സെൻറ്റർ ഭാഗത്തായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടു. ആയി നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ഇനി നമുക്ക് കുറച്ചും കൂടെ ഭംഗിയാക്കാനായിട്ട് അതേ സ്റ്റിക്കർ സ്റ്റോൺ തന്നെ നമുക്ക് ഈ കുപ്പിയുടെ കഴുത്ത് ഭാഗത്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം. അത് രണ്ട് സൈഡിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് സ്റ്റോൺ എടുത്താലും മതിയാകും. ഇപ്പം ഞാൻ ഇത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ദേ ചുറ്റി ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ദേ നമ്മൾ ഒട്ടിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദേ പെയിൻ്റ് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് നല്ല ഭംഗിയാക്കാം. ആ ബോട്ടിൽ കളർഫുള്ളായില്ലേ, കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നമ്മുടെ കൂട്ടുകാർക്ക് ഹായ് പറയണ്ടേ. അപ്പോൾ ഫിദ ഷെറിന് 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫിദയ്ക്ക് ഹായ് മോളു. അതുപോലെ തന്നെ വൈഗാലക്ഷ്മി ആൻഡ് ശ്രീലക്ഷ്മി ഹായ്. പിന്നെ 6th പഠിക്കുന്ന എക്സൽ ഹായ്. അതുപോലെ തന്നെ അടുത്ത ബ്രയാന ബെൻട്രി 9ൽ പഠിക്കുന്ന ഹായ്. അതുപോലെ തന്നെ ജ്യോതി ശ്രീനന്ദ 5ൽ പഠിക്കുന്നത് ഹായ്. പിന്നെ 6th പഠിക്കുന്ന മജ്നാസ് ഹായ്. പിന്നെ അലീഷ 8ൽ പഠിക്കുന്ന അലീഷ ഹായ് മോളു. അതുപോലെ തന്നെ 6th പഠിക്കുന്ന സാലി മാത്യു ഹായ് സാലി. പിന്നെ ഗൗരി ലക്ഷ്മി ഉദയംപേരൂരുള്ള ഹായ് ഗൗരി. അതുപോലെ അൽവീന ഹായ് അൽവീന. പിന്നെ നമ്മുടെ ശ്രീലക്ഷ്മി 5ൽ പഠിക്കുന്ന ശ്രീലക്ഷ്മി ഹായ് മോളു. അതുപോലെ തന്നെ 8ൽ പഠിക്കുന്ന അൻസിഫ് മുഹമ്മദ് 8ൽ പഠിക്കുന്ന ഹായ്. അപ്പോൾ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഹായ് പറഞ്ഞു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമല്ലേ ഇന്നത്തെ ബോട്ടിൽ ക്രാഫ്റ്റ്? എളുപ്പമല്ലേ ചെയ്യാൻ? എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ക്രാഫ്റ്റാണ്. അത് നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു ബോട്ടിൽ ക്രാഫ്റ്റ്, ഈസിയാണ്, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ടാറ്റാ.